ഉത്തർപ്രദേശിൽ ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചതിൽ വരുൺ ഗാന്ധിക്ക് കടുത്ത അതൃപ്തി. വരുൺ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം റായ്ബറേലി, മെയിൻപുരി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ ബി.ജെ.പിയിൽ അനിശ്ചിതത്വവും തുടരുകയാണ്. ബ്രിജ്ഭൂഷന്റെ മണ്ഡലമായ കൈസർഗഞ്ചിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, പിലിഭിത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു, വരുണിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പി. ഈ ബ്രിജ്ഭൂഷൺ ഇഷ്യൂ ഒക്കെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? നികേഷ്, ബി.ജെ.പിയുടെ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തുവന്നപ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം അതിൽ കണ്ടെത്തിയത് വരുൺ ഗാന്ധിക്ക് സീറ്റില്ല എന്നുള്ളതായിരുന്നു. വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിച്ചേക്കില്ല എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പിലീഭത്തിൽ അതിനു പകരം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ ജിതേന്ദ്ര പ്രസാദെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത് ബി.ജെ.പി. വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം പാർട്ടി വിടും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത്തരത്തിലുള്ള നാമനിർദ്ദേശ പത്രിക പേപ്പർ ഉൾപ്പെടെ മേടിച്ചു വെച്ചിരുന്നു എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹം സ്വന്തമായി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് വരുൺ ഗാന്ധി ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രത്യേകിച്ച് അമേഠി അടക്കമുള്ള സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നും അറിയാൻ കഴിയുന്നു. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും സമാജ്വാദി പാർട്ടിയുടെ തീരുമാനത്തേക്ക് പോവുക എന്നാണ് ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ വാർത്തകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ വരുൺ ഗാന്ധിക്കൊപ്പം തന്നെ രണ്ട് സീറ്റുകൾ പ്രഖ്യാപിക്കാതെ കൂടിയിട്ടുണ്ട് കോൺഗ്രസ്. അതായത് ഒന്ന് ഉത്തർപ്രദേശിലെ ഈ റായ്ബറേലിയാണ്, അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്ന് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മെയിൻപുരിയിലാണ്. ഈ രണ്ട് സീറ്റുകളിലും ബി.ജെ.പിക്ക് ചില അനിശ്ചിതത്വം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥം അത് ബ്രിജ്ഭൂഷൻ്റേതായിരുന്നു. ബ്രിജ്ഭൂഷൺ കൈസർഗഞ്ച് എന്ന നിലവിലത്തെ ലോക്സഭാ അംഗമാണ്. അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ ലൈംഗിക അതിക്രമ പരാതി, പ്രത്യേകിച്ച് ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ അതോടൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അഞ്ചാം ഘട്ട പട്ടിക വരുമ്പോഴും ആ മണ്ഡലം പ്രത്യേകിച്ച് കൈസർഗഞ്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബ്രിജ്ഭൂഷന് അവിടെ സീറ്റ് നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ പ്രധാന നേതാക്കളിൽ ഒരാളുടെ വലിയ ശക്തി അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലുണ്ട്. അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതാണെങ്കിലും ഇതാണ് ബി.ജെ.പിയെ സംബന്ധിച്ച് നിലവിലത്തെ ഒരു അനിശ്ചിതത്വം. അത് ഈ പറഞ്ഞതുപോലെ ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്ന ഒരു അനിശ്ചിതത്വം തീർച്ചയായും ഉണ്ട്. വരുൺ ഗാന്ധിയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പക്ഷേ സ്വന്തനായോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി പോയോ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.